ശത്രുവിനെ വിശ്വസിക്കാം, ഉള്ളത് മുഖത്ത് നോക്കി പറയും. എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ചിട്ട് നമ്മൾ ഒന്ന് മാറുമ്പോൾ മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല, സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത്. വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിനു ശേഷം കിട്ടാവുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല. മറ്റുള്ളവർ തെറ്റല്ല, അവർ വ്യത്യസ്തരാണെന്ന ലളിതമായ വസ്തുത മനസ്സിലാക്കിയാൽ പല ബന്ധങ്ങളെയും ചേർത്തിണക്കി കൊണ്ടുപോകാനാകും. ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, അല്ലാതെ വാക്കുകളിൽ നിന്നല്ല. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾ തയ്യാറാകണം. വീണു പോകുമെന്ന് തോന്നുമ്പോൾ കൈ പിടിച്ചുയർത്തുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. വിജയം നേടാൻ ശ്രമിക്കുക, അസൂയയെ മാറ്റി നിർത്തുക, അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക, സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത്. കൈകൂപ്പി നിൽക്കുന്നവരെല്ലാം ആജ്ഞാനുവർത്തികളോ അടിമകളോ ആണെന്ന് കരുതുന്നത് തെറ്റാണ്. കാര്യം കാണുന്നതിനോ കലഹം ഒഴിവാക്കുന്നതിനോ ഉള്ള താൽക്കാലിക തന്ത്രം മാത്രമായിരിക്കും അത്. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം, തളർന്നു പോയേക്കാം. എങ്കിലും മനസ്സിനുള്ളിൽ ചെറുകനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടരുവാൻ നിമിഷങ്ങൾ വേണ്ട. സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല. അവർക്ക് ശത്രുക്കളാവാനും കഴിയില്ല. കാരണം ഒരിക്കൽ അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. മനുഷ്യൻ അവനവനായി ഇരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖംമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. വിശ്വാസവും പ്രാർത്ഥനയും രണ്ടും അദൃശ്യമാണ്, പക്ഷേ അവ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഒരു പേരേ ഉള്ളൂ: അഭിനയം. ഒരു പെൺകുട്ടി നിങ്ങളോട് മനഃപൂർവ്വം തിരക്കിലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളുടെ സംഭാഷണത്തിന് താല്പര്യമില്ല എന്നാണ്. നാവ് വളരെ ചെറുതും ഭാരമില്ലാത്തതുമാണ്. എന്നാൽ അതിന് നിങ്ങളെ പർവ്വതങ്ങളെക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴത്തിലെത്തിക്കാനും കഴിയും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.